അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം കോമ്പിനേഷനെക്കുറിച്ച് ചില സൂചനകൾ നൽകിയിരിക്കുകയാണ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ. സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെ 3 രാജ്യങ്ങളിലായിട്ടാണ് ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കുന്നത്. ഇതിനുള്ള മികച്ച തയ്യാറെടുപ്പ് കൂടിയാണ് ചൊവ്വാഴ്ച ഇംഗ്ലണ്ടുമായി തുടങ്ങുന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര. ആദ്യ മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ലോകകപ്പ് സ്ക്വാഡിനെക്കുറിച്ച് ഗില്ല് തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏകദിന ടീമിന്റെ ഭാഗമല്ലാത്ത മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള പ്രതീക്ഷ നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കഴിഞ്ഞ 2 T20 ഉൾപ്പെടെയും ഭാഗമാവുകയും അവസാന തവണ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ടുള്ള താരമാണ് സഞ്ജു. ഭാഗ്യം കൂടി തുണച്ചാൽ അടുത്ത ഏകദിന ലോകകപ്പിലേക്കും അദ്ദേഹത്തിന് നറുക്കു വീണേക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ കളിക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിലെ സാഹചര്യങ്ങളുമായി അടുത്ത ലോകകപ്പിന് ചില സമാനതകൾ ഉണ്ടെന്നാണ് ശുഭ്മൻ ഗിൽ ചൂണ്ടിക്കാട്ടുന്നത്. സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നവർക്ക് ലോകകപ്പ് സംഘത്തിൽ അവസരം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ ടീമിന്റെ കോമ്പിനേഷനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഏത് കോമ്പിനേഷനായിരിക്കും ലോകകപ്പിൽ നമുക്ക് നല്ലത്? ഇപ്പോൾ ടീമിന്റെ ഭാഗമല്ലാത്ത ഏതൊക്കെ താരങ്ങൾക്കാണ് ഇവിടെ ഭാവിയിൽ നമ്മളെ സഹായിക്കാൻ സാധിക്കുക? ഏത് ബൗളർമാർ, ഏത് ഓൾറൗണ്ടർമാർ, ഏത് സ്പിന്നർമാർ? ഞങ്ങൾ ഇതേക്കുറിച്ചെല്ലാം സംസാരിക്കാറുണ്ട്. അടുത്ത ഏകദിന ലോകകപ്പിനുള്ള ഞങ്ങളുടെ തയ്യാറെടുപ്പുകൾ വളരെ വ്യത്യസ്തമാണ്. ഏത് തരത്തിലുള്ള ടീം കോമ്പിനേഷനുകൾ പരീക്ഷിക്കാമെന്നതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ സമാനമായ വിക്കറ്റുകളായിരിക്കും സൗത്ത് ആഫ്രിക്കയിലും ലഭിക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ഈ പരമ്പര ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ടതാണെന്നും ഗില്ല് വിശദമാക്കുന്നുണ്ട്. ഏകദിന ലോകകപ്പിനുള്ള ടീമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തീർച്ചയായും സഞ്ജു സാംസണിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കാരണം സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ മികച്ച റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത്. ഇത് ഏകദിന സ്ക്വാഡിലേക്ക് സഞ്ജുവിന്റെ വഴി തുറന്നേക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ ഫേവറേറ്റ് എതിരാളികൾക്ക് മാത്രമല്ല സൗത്ത് ആഫ്രിക്ക. അവിടെ കളിച്ചപ്പോഴെല്ലാം ശ്രദ്ധേയമായ പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഏകദിന T20 താരം കളിച്ചു കഴിഞ്ഞു. 2ലും കസറിയിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു. ഏകദിനത്തിൽ 2 ഇന്നിംഗ്സുകളാണ് സഞ്ജു ഇവിടെ ബാറ്റ് ചെയ്തത്. 60 എന്ന തകർപ്പൻ ശരാശരിയിൽ 87 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം മിന്നിച്ചത്. ഒരു സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നു. 2023 അവസാനത്തോടെയുള്ള ഏകദിന പരമ്പരയിലായിരുന്നു അത്. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ നിർണായകമായ അവസാന മാച്ചിലാണ് 3 നമ്പറിലെത്തി സഞ്ജു കന്നി അന്താരാഷ്ട്ര സെഞ്ചുറി കുറിച്ചത്. ഈ മത്സരത്തിൽ ജയിച്ച പരമ്പര 2-1 സ്വന്തമാക്കിയപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ചും സഞ്ജു ആയിരുന്നു. പക്ഷേ ഈ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും ഏകദിന ടീമിൽ അദ്ദേഹത്തിന് കാര്യമായ അവസരം തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. മറ്റൊരു സത്യം എന്ന് പറയുന്നത് ഇതിൽ വിശദമായി തന്നെ പറയുന്ന സഞ്ജുവിൻ്റെ അവസരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഗില്ലോ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ അവസരങ്ങളൊന്നും തന്നെ എവിടെയും മുടക്കിയിട്ടില്ല എന്നതുകൂടി മനസ്സിലാകുന്നുണ്ട്. ഏകദിന ടീമിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല എന്നത് നിരാശാജനകമായ ഒരു കാര്യമായി തന്നെ മുൻപോട്ട് വയ്ക്കുമ്പോഴും ഒരുപക്ഷെ അടുത്ത ലോകകപ്പിലോ അതിനു മുൻപുള്ള പരമ്പരയിലോ സഞ്ജു മാസ് തിരിച്ചുവരവ് നടത്തിയേക്കുമെന്നുള്ള പ്രതീക്ഷകളും വയ്ക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഏകദിനം മാത്രമല്ല T20യിലും അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ശ്രദ്ധേയമാണ്. 5 T20 കളിലും സഞ്ജു ഇവിടെ കളിച്ചു കഴിഞ്ഞു. ഇവയിൽ 2ലും സെഞ്ചുറി കുറിക്കുകയും ചെയ്തു. 190 സ്ട്രൈക്ക് റേറ്റും 63 ശരാശരിയും സൗത്ത് ആഫ്രിക്കയിൽ മലയാളി താരത്തിന്റെ പക്കലുണ്ട് എന്നതാണ് സത്യം. സഞ്ജുവിനെ കോളടിക്കുമെന്നും ഏകദിന ലോകകപ്പ് ടീമിലേക്ക് വരുമെന്നും വമ്പൻ സൂചനകളാണ് ഗില്ല് കഴിഞ്ഞ ദിവസം നൽകിയത്. ഇന്നത്തെ മാച്ചിന്റെ തുടക്കത്തോടെ തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ് സഞ്ജുവിനെ കുറിച്ച് വാനോളമായി വരുന്നതും ചെയ്യുന്നത്.